overdose. Where is everybody? Are we here alone? Where are all the aliens? കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജു ചന്ദ്രശേഖർ തലശ്ശേരി. ഇന്നത്തെ വീഡിയോയിൽ താറാവ് കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. താറാവ് കൃഷി എങ്ങനെ ലാഭകരമായിട്ട് നടത്താം. അപ്പോൾ സാധാരണ നമ്മൾ താറാവിന് കൈത്തീറ്റ മാത്രം കൊടുത്ത് ഒരു പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വളർത്തുന്നവരുണ്ട്. അല്ലാതെ നമ്മൾ വയലിലും കുളത്തിലും ഒക്കെ അഴിച്ചു വിട്ട് വളർത്തുന്നവരുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ വളർത്തി കഴിഞ്ഞാലും നഷ്ടമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ലാഭത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഐഡിയയുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു നോക്ക്. എന്നാൽ ശരി. ഇതാണ് ഇവിടുത്തെ താറാവും കൂട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ തൽക്കാലം ഒന്ന് താറാവിന് രാത്രി മാത്രം തങ്ങാൻ വേണ്ടിയിട്ടുള്ള താറാവും കൂടാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വൈകുന്നേരം തീറ്റ വെച്ചിട്ട് താറാവ് അപ്പാടെ തീറ്റ തിന്നാൻ വേണ്ടി കയറുന്ന അവിടെ അപ്പാടെ നമ്മൾ ഈ ഡോർ അടച്ച് താറാവിന് ഉള്ളിൽ കയറ്റും. തനിയെ കയറുകയും ചെയ്യും. അതിനുശേഷം താറാവിന് രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ താറാവിന് ഇവിടെയാണ് അഴിച്ചു വിടുക. താറാവിന് തിരിഞ്ഞ് കളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൽ തൽക്കാലം മുട്ടന്മാരെ ആടുകളെ ഇതിൻ്റെ തിട്ടുന്നതേ ഉള്ളൂ. ഇത് താറാവിൻ്റെ സ്ഥലമാണ്. ഈ കാണുന്ന ഇങ്ങനെ ചുറ്റി മതിൽ വേലി കെട്ടിയേക്കുന്നത്. ഇവിടെ ഓൾറെഡി ഇപ്പോൾ താറാവ് കുറവാണ്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ താറാവിന് ഇവിടെ കൂടുതൽ ഇടലുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം വേനലാകുമ്പോഴത്തേനും പറ്റി പോലുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ താറാവിൻ്റെ എണ്ണം കൂട്ടും. വേനൽക്കാലം ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് താറാവിന് മാത്രം നിർത്തി ബാക്കി എല്ലാത്തിനും കൊടുത്തു കളയും. താറാവിന് ഈ മുളയ്ക്കകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ നല്ല സുഖമാണ്. മഞ്ഞ കളറുള്ള മുളയാണ്. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ. ഇവിടെ എല്ലാം താറാവിന് ഈ മുളയ്ക്കകത്ത് കയറി ഇരിക്കുന്ന റെസ്റ്റ് എടുക്കാം. ഇവിടെ എല്ലാം തീറ്റപ്പുൽ കൃഷിത്തോട്ടമാണ്. അപ്പോൾ താറാവിന് നമ്മൾ എന്താണ് തീറ്റ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. താറാവിൻ്റെ ഈ കുളത്തിന് നേരെ ഇപ്പുറ സൈഡ് ഇത് താറാവിൻ്റെ കുളം കണ്ടില്ലേ. താറാവിൻ്റെ കുളത്തിൻ്റെ നേരെ ഇപ്പുറ സൈഡിൽ പുഴയാണ്. പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് വേലിയേറ്റത്തിന് ഇങ്ങനെ പൊന്തുവും താഴുകയും ചെയ്യുന്ന ഒരു പുഴ. വേലിയിറക്കത്തിന് ഈ വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ താറാവിൻ്റെ കുളത്തിലുള്ള വെള്ളം അപ്പം തന്നെ ഇറങ്ങിപ്പോവും. ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുള്ള വെള്ളം പൊന്തി കഴിഞ്ഞാൽ നമ്മുടെ താറാവിൻ്റെ കുളത്തിലേക്ക് വെള്ളം കൂടി വരികയും ചെയ്യും. അപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയുന്നത്. ഈ വീഡിയോയിലൂടെ എടുത്തു പറയുന്നതാണ്. പുഴയത് ഇങ്ങനെ ഏകദേശം അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ എത്രയോ കിലോമീറ്റർ കൂടിയിട്ട് ഒഴുകി വരുന്ന പുഴയാണ്. പുഴ ഇങ്ങനെ ഇതിലേ പോകുന്നുണ്ട്. കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ കടലിൽ വെള്ളം പൊന്തുന്ന സമയത്താണ് ഇവിടെ ഈ പുഴയിൽ ഇങ്ങനെ പൊന്തി വരും വേലിയേറ്റം. അപ്പോൾ നമ്മളിവിടെ ഒരു ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പറയുന്നത്. എനിക്കിതിവിടെ കണ്ടാൽ അറിയാം. നോക്കട്ടെ വെള്ളം മുങ്ങിയിട്ടാണ് ഉള്ളതെന്നൊന്നും. നമ്മൾ ഈ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പ് വഴിയാണ് ഈ വെള്ളം ഇങ്ങോട്ട് ഇവിടെ പൊന്തുകയും താഴുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വേലിയിറക്കം ആയതിൻ്റെ പേരിൽ വേലിയിറക്കം നിങ്ങൾക്ക് കണ്ടാലറിയാം വെള്ളം താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മുടെ കുളത്തിൽ വെള്ളം ഇങ്ങനെ താന്നു പോകും. അപ്പോൾ ഇതിനിടയിൽ സംഭവിക്കുന്നൊരു പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുഴയിലുള്ള മീനുകളും മാക്കാച്ചികൾ, തവളകൾ, അങ്ങനെയുള്ള പലതരം സാധനങ്ങൾ ഈ 4 ഇഞ്ചിൻ്റെ ഈ പൈപ്പിൽ കൂടി നമ്മുടെ കുളത്തിലേക്ക് വന്ന് കയറി കിടക്കുന്ന സാധനത്തിന് നമ്മുടെ താറാവ് അപ്പം തന്നെ തിന്നും. അങ്ങനെയാണ് താറാവിൻ്റെ ഭക്ഷണം. പിന്നെ അതിന് പുറമേ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ചോറും
നമ്മളിവിടെ ബാക്കി വരുന്ന ചോറും ഗോതമ്പും അരിയൊക്കെ കുതിർത്തത് നമ്മൾ താറാവിന് താറാവ് ആ ഒരു പാത്രത്തിൽ വെള്ളത്തിൻ്റെ പാത്രത്തിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. വെള്ളത്തിൻ്റെ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അതിലിട്ടേക്കുന്ന അരിയും ഗോതമ്പും എല്ലാം താറാവ് തലയിട്ട് തിന്നു കഴിഞ്ഞു. വെള്ളം അവിടെ നിന്ന് കുടിക്കും. പിന്നെ വെള്ളം നമുക്ക് ഇവരുടെ പുഴയിൽ നിന്നും ഈ കുളത്തിൽ നിന്നും കുടിക്കലുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിവിടെ താറാവിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ താറാവിൻ്റെ തീറ്റ എന്താ പറയുക, ഒരു 60% തീറ്റയും താറാവ് ഈ ഒരു കുളത്തിൽ നിന്ന് തന്നെ കണ്ടെത്തും. ഇതിൻ്റെ അകത്ത് വരുന്ന തവളേനെയും മാക്കാച്ചിനെയും എന്താ പറയുക, സകല കടലിൽ നിന്ന് കയറി വരുന്ന പുഴയിൽ നിന്ന് കയറി വരുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ടാവുമല്ലോ, അതിനെല്ലാം ഈ താറാവ് ഭക്ഷണമാക്കും. അങ്ങനെ താറാവ് മുട്ടയും കാര്യങ്ങളൊക്കെ ഇടും, കൂടുതലായിട്ട് ഇടും. അതായത് ഒരു വയലിൽ കഴിയുന്നവർ താറാവുകളെ പോലെ. വയലിലൊക്കെ പോവുകയാണെങ്കിൽ താറാവിന് നെല്ലും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഒരുപാട് വയലിലുള്ള ഇവരെ ഇവൻ ഇടങ്ങേറാക്കുന്നു. എന്നതാടാ എന്ന് മോനെ, ഇത് തിന്നുന്നല്ല മോനെ. കുഞ്ഞപ്പ തിന്നുന്നല്ലടാ, മൊബൈലാടാ. ശരിയേ. Is everybody we here alone? Where are all the aliens? We never know. No one sends out the sea. No one answers our call. A billion silent planets for me. How it goes. The Fermi paradox.